ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൊരിച്ച പത്തിരിയാണ്. വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പത്തിരി എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സി ജാറിലേക്ക് എടുത്ത് വെക്കാം. അതിലേക്ക് ഒരു പിടി തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, പെരുംജീരകമാണ് എടുത്തിരിക്കുന്നത്. അതിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. പാൻ ഒന്ന് ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ കുറച്ച് ലേശമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയും തേങ്ങയും നന്നായിട്ട് വാടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അപ്പോൾ തിളച്ച് വന്നിരിക്കുകയാണ്. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇതേപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ചെറുതായിട്ട് ലേശം കമ്മിയുണ്ടെങ്കിൽ ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാത്രമേ കറക്റ്റായിട്ട് വരുള്ളൂ. മാവ് റെഡി ആയിരിക്കുന്ന ഫ്ലെയിം അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ബേസിലേക്ക് മാറ്റാം. ഇനി ചൂടാറിയതിന് ശേഷം ഇത് കുഴച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. 1/2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ചൂടാറി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം. കൈ നന്നായി ചൂട് വരുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം കൂടി വെച്ച് കൊടുത്തതിന് ശേഷം കൈ നനച്ച് ഇതേപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതേപോലെ വലിയ ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ അമർത്തി നമുക്കിത് പ്രസ് ചെയ്ത് തന്നെ വലുതാക്കാം. ഇനി ഇതേപോലെ സ്റ്റീൽ ഗ്ലാസ് എടുത്തതിന് ശേഷം കറക്റ്റ് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. കുഴച്ചതിന് ശേഷം കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം ചപ്പാത്തി മേക്കർ കൊണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റ് ഷേപ്പിലായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതും ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് എടുക്കാം. വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടുതൽ ഇതിൽ ടേസ്റ്റ്.
വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട്. കൂടുതൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിരിക്കുകയാണ്. 2 എണ്ണം വെച്ച് ചേർത്ത് കൊടുക്കാം. 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം. മീഡിയം വയ്ക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിം. ഒരു ഗോൾഡൻ ഷെയ്ഡായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ പൊരിച്ച പത്തിരി അപ്പോൾ വേഗം റെഡി ആക്കിയാണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.